ഇതിലെന്താണ് വേറൊരു സാധനം? അണ്ടിപ്പരിപ്പാ? അണ്ടിപ്പരിപ്പല്ലേ? ഐസുങ്ങട്ടാണ് ഐസുങ്ങട്ട. എന്താണ് സംഭവം? ഇങ്ങനെ കാഴ്ച നമ്മളിങ്ങനെ ഐസ്ക്രീം വാങ്ങിന്. പക്ഷെ യൂട്യൂബിൽ ഇങ്ങനെ വാർത്തയില് 24-ലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളു. ഇങ്ങനെ വരുന്നല്ലേ നിങ്ങള് ബിരിയാണിന്റെ ഉള്ളിൽ നിന്ന് കൂറാച്ചിട്ട് നടക്കണോ? ഇതിലൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ പറയണ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഐസ്ക്രീം ഞാൻ വല്ലാതെ തിന്നിട്ടില്ല. ബിരിയാണിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂറാച്ചി. ഇപ്പൊ ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയോണ്ട് ഇതിന്റെ അതിൽ എന്തെങ്കിലും കേസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലീഗലായിട്ട് മുന്നോട്ട് വേണം. അല്ല എന്തായാലും ഇത് പോണം ഗൈസ്. അവിടെ പോണം. അത് പോണം. അത് പ്രശ്നം ഉണ്ടാക്കണല്ലോ. കാരണം ആ കട പൂട്ടിച്ചേനെ വേണം. അമ്മയെ വന്നിട്ട് കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമ്മളെ അമ്മായിക്കൊരു ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിട്ട് പൊടിച്ചു നിർത്തിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിക്കണം 100 രൂപന്റെ. അത് ഞാൻ നല്ല അടക്കരങ്ങാടി നെട്ടിക്കുളങ്ങാടി പൂത്തലൊക്കെ തരണ്ട്. ഒരു ഞാൻ വിചാരിച്ചത് എല്ലിയോ പാറ്റേ അങ്ങനെയൊക്കെയാണ് അമ്മായിയൊക്കെ ഇതാക്കണം. അമ്മായിയൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. അമ്മായി വന്നിക്കണ് മോട്ടോന് അമ്മായിനെ കുറച്ചേരം അവിടെ പൊടിച്ച് നിർത്തിക്കാണ്. ഇപ്പൊ കൊണ്ടുവരാൻ വരാന്ന് പോയ ആളെ കാണാല്ല. ഞങ്ങള് നല്ല തേങ്ങാച്ചോറ് വെച്ചേക്കണ്. എന്താ പറയാ, ചിക്കൻ കറി ഉണ്ട്. ഉമ്മച്ച് തന്നെ അപ്പൊ ചോറും കൂട്ടാനൊക്കെ ആയി. ഇനി ചോറുന്നാ നിക്കാണ്. ഇവലിപ്പോ ഇടക്കരല്ല, നിങ്ങളിപ്പോ ഇടക്കര പാപ്പാന്റെ അവിടെ കുട്ടീന്റെ അനിയന്റെ അവിടെ പോയി. നാളെ പോലെ അറിവിന്റെ പരിപാടിക്ക് പോയില്ലേനോ? അപ്പൊ അവിടെ പോയി തരാണ്. അപ്പൊ പച്ചക്കറി സാധനമൊക്കെ വാങ്ങി വന്നു. എന്താ വർത്താനൊക്കെ സുഖല്ലേ? 2026 അമ്മായിക്കാണ് എന്നാണ് എല്ലാരും പറയുന്നത്. 2026 എന്തോ ആണ്. നല്ല സൗഭാഗ്യങ്ങൾ, നല്ലത് കിട്ടുന്നത് എല്ലാം ഇങ്ങക്കാണ്. ഒന്നുകൂടി പറയണോ? കണ്ടങ്ങള് ഞാൻ വിചാരിച്ച് ഇരിക്കുമ്പോ ഗാനും പൊട്ടിയാൽ എന്താ അവസ്ഥ? കാലിന്റെ റോട്ടിലൊക്കെ വെച്ചാൽ കാല് പൊള്ളൂലേ? സഞ്ചിയിലുണ്ട്. ഇജ്ജ് ടെസ്റ്റ് ചെയ്തിക്കണ? സത്യത്തിൽ ഇല്ലല്ലോ, പേടിയല്ലേ? ചവിട്ടി നോക്കും ഞാൻ മുന്നേ. പൊട്ടൊന്ന് ഇരുന്ന് നോക്കും ഞാൻ. അപ്പൊ കൊഴപ്പല്ല, ഒരു വേദനയൊന്നുമില്ല. ഒക്കെ ഞാൻ തന്നെ പരീക്ഷ. വല്ലാതെ പൊട്ടണില്ല. അതാ ചവിട്ടിന്റെ ഉള്ളിൽ കൂടിയല്ലേ. അതിനെന്താ ചെറിയ മരുന്ന്? കല്ലാണ് അതിനെ. കല്ലാണ്ട് വരുമ്പോ പൊട്ടാണ്. ഒരു കല്ലും തുള്ളി മരുന്നും വാങ്ങിയേനി വെറുതെ ഇട്ടപ്പത്തിന് കിടിയും കിടിയും ഇട്ടാ പൊട്ടിയല്ലേ? ഇട്ടാ പൊട്ടി പേരെന്നതാ. നമ്മള് ചോറിനട്ടെ അമ്മക്ക് പൈച്ച് എന്താ ഞാൻ അതാണ് അമ്മായി പോകാ അറിയും. പൈച്ചിട്ട് അവിടെ ചോറും സാമ്പാറ് ഒക്കെ ഉണ്ടാക്കിയത്. ഇവിടെ തേങ്ങാ ചോറുണ്ട്. ചക്കരക്കേങ്ങോ അതുണ്ട്. പുള്ളിയാണ് പൈച്ചിട്ട് കണ്ണ് മഞ്ഞടിച്ച്. എനിക്ക് തുള്ളി അധികം ചോറുണ്ട്. ചോറ് തന്നെ അറിയിക്കാൻ കറി അവിടെ കുക്കറില അത് തിന്നുള്ളപ്പോ നിങ്ങള് എനിക്കിന്റെ കാലിട്ട് താങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ തീരൊക്കെ കൊടുക്കുക. അപ്പൊ തടി ഇല്ലോലെ എന്താ കാട്ടുക? ഞാന് നല്ല വെയിറ്റ് ഉണ്ട്. എത്ര കിലോ? കണ്ടാ തടിയില്ലല്ലോ. എത്ര കിലോ ഉണ്ടാവും? സുർക്ക ഉണ്ടാക്കി മമ്മ ഉണ്ടാക്കിയതാ. പനവിടെ ഇരുത്തിയോ? പനവിടെ ഇരുത്തിട്ടോ? അതെന്താ ഇവിടെ ഇരുത്തിയത്? ചോറ് കൊടുക്കാനാ? ആ അവിടെ ഇങ്ങ കടക്കല്ലേ, കടന്ന് ഫാൻ ഓഫ് ആയിക്കളിമ്മ. ഞാൻ ഓർക്ക് കുട്ടികൾക്ക് ലേസം കൊടുത്തീനി. ഇച്ച വാങ്ങി കണ്ണോർക്കിപ്പാ. തടി കൊറേ പോയിട്ടോ. പാണ്ടെ തടി പോയി. ഉഷാറായിക്കണ് കൊറേ. സാമ്പാറിൽ മുങ്ങി തപ്പി. അടിപൊളി സാമ്പാറുണ്ട് അവിടെ ഇരിക്കണ. രാവിലെ അച്ചടാ ഇനി വേണമെങ്കിൽ കൊടുത്തോളൂ. അപ്പൊ ഞാൻ നേരത്തെ വാരി കൊടുത്തീനി ലേസം. ഉമ്മ അവിടെ അല്ലേ ഇനിയല്ലോ. ഉമ്മ അങ്ങോട്ട് പോയപ്പോ ഞാന് എന്തമ്മ അപ്പാന്റെ കണ്ണ് ചുമന്നിക്കണാക്കണ്.
എന്തിയാവോ തുറന്നിക്കണ് ഇമ്മ വാര്യക്കാരം എടി ഓന് ഇവിടെ ഈ കസാല തിന്നാൻ കൊടുക്കാൻ പോട്ടോ. ഈ കാറ്റ് കൊള്ളിച്ച് ഇങ്ങനെ എത്തിയാ മതി. ഇവിടെ നല്ല കാറ്റ്, നല്ല കാറ്റുണ്ട്. ഇങ്ങനെ താത്തയും ഇമ്മയും ഇമ്മ ഇപ്പൊ ചോറുന്നാണ്. ബാക്കി എൻ്റെ അമ്മേൻ്റെ ചോറായിപ്പൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇനി എന്താ പരിപാടി വെച്ചാല് നേരത്തെ ശരിക്കും പറയാൻ പറ്റിയില്ല. നമ്മള് പാപ്പുവിന് വന്നപ്പോഴത്തേന് അമ്മായി വന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു പ്ലാസ്റ്റിക് കല്ലിനെ വാങ്ങീന്. ഞാൻ ഇന്നലെ ആകെ തിരഞ്ഞ് നടന്ന് എവിടെയില്ല. ലാസ്റ്റ് പിന്നെ പൂത്തൽ പോയപ്പോഴാണ് വെച്ചാൽ കിട്ടിയത്. അപ്പോൾ ഞാൻ അത് തല കുത്തന ഐസ്ക്രീമിൽ ഒരു വെള്ള ഇലയാണ്. അപ്പോൾ ഐസ്ക്രീമിൽ ഇറക്കി വെച്ചാൽ അത് അറിയൂല. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കും. മറ്റേത് ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് ഇരുന്ന് കോരി തിന്നാന്ന് പറഞ്ഞിട്ട് 2-3 സ്പൂൺ ആയിക്കൊടും. എന്നിട്ട് അതിനക്കാരെ കോരി തിന്ന അടിയിലക്കാരെ മറ്റേ എലീനെ വെക്കാം. അമ്മായിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര അർത്ഥമുള്ള കാര്യമാണ്. മോണ്ടനെ ഞങ്ങൾ വിചാരിച്ചിന് മോണ്ടല്ല, പക്ഷെ മോണ്ടനത് അറിയൂട്ടോ. അപ്പം അങ്ങനെ ഓല് ഇവിടെ ആക്കി പോയതാണ്. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ തന്നെ ഒന്നുള്ളിയൊന്ന് പോയതാണ്. അപ്പം ഞാൻ സാധനങ്ങളും കാര്യമൊക്കെ സെറ്റാക്കുന്ന താത്താൻ്റെ ചോറയപ്പ് കയ്യാണ്. എന്നിട്ട് വേണം ഇതൊക്കെ ആക്കാൻ. നോക്കി നോക്കാം. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. കുട്ടികൾക്ക് ഇതിന് കൊടുക്കും. വലിയപ്പം അത് കുട്ടി മോളുണ്ട്. അപ്പൊ ഇതിന് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് എലീനെ ഇറക്കി ചെലീനെ കട്ടിലാണെങ്കിൽ വലിയൊരു എലി അല്ലാതെ കിട്ടില്ല. ചെറുതില്ല. അതാണ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുക. അപ്പൊ ഈ വാല് ഉണ്ടാകും. അമ്മായിക്ക് കജ്ജിട്ടോക്കാൻ സാധിച്ചു. അപ്പൊ ഈ കയറ് നീച്ച് പായിക്കാരട്ടോ. അപ്പൊ എന്തായാലും കാര്യാക്കണ്ട ഇരുന്ന് ലാസ്റ്റ് അവിടെ കടന്നു. എടി ഇതേ കയറ് വെട്ടണേ. കയറ് വെട്ടിക്കോ. ഇത് കേക്കണേ. നല്ല സോപ്പൊക്കെ ഇട്ട് കേക്കിട്ട് വരാം. കാരണം ചൂടുള്ള തിന്നും. അതിൽ ചാടി ഐസ്ക്രീം അല്ല അപ്പൊ ഞാനത് കേക്കട്ടോ. കുട്ടികളെ ഡീൽ ചെയ്യണം. അതിന് കുട്ടികൾക്ക് ആദ്യം കൊടുക്കണ്ട. കുട്ടികളെ കണ്ടാ കുട്ടികൾക്ക് ആക്രാന്തായി 1 ഗ്ലാസ്സും 2 ഗ്ലാസ്സും ഓൽക്കാവ് മതി. ആ ഓലിപ്പോ വന്നാല് 2 ഐസ്ക്രീം തിന്നേ. എന്നാ ബാ. അങ്ങനെ ഞാൻ ഇട്ടാണ് കേട്ടോ. എന്താ കുട്ടിയാക്കില്ലാണേ. കുട്ടികളെ നമ്മള് അതാ പരിഗണിച്ചിക്കണം. എന്തായാലും കുട്ടികൾക്ക് നമ്മള് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഒരു വലിയൊരു ചീറലും നൊലോളി ഇതൊക്കെ പോയി കിട്ടും. അപ്പം ആ കേക്ക് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടച്ചാണേ 20 മിനിറ്റോളം ഇട്ടച്ച്. ഡബ്ബറല്ലേ ഇമ്മ അവിടെ പോയിരിക്കി. ഗുളിക പൊതി എടുക്കണം. ടേസ്റ്റ് ഉണ്ടോ കേട്ടോ ഐസ്ക്രീം? വാനിലന്റെ ടേസ്റ്റ് ഉണ്ടാവും. രസമുണ്ട്. ഒന്നും ഒന്നിന്റെ പരിപാടി അറിയുന്നത് ഇതിന് ഓട്ടത്ത് എലിനെ ഉള്ളിൽ കമർത്തിയേക്കണം. അപ്പൊ നമ്മള് ഓട്ടത്താണ് കേട്ടോ. ഒരു എലി എങ്ങനെയാണോ പോവാൻ പാകം. ആ എലി എടുത്തോണ്ടാ എവിടെ വെച്ചേക്കണേ. എലി എന്താ നിർത്തം നിർത്തം കണ്ടാവും. ഇതേ നല്ല ചൊറുക്കുണ്ടല്ലേ കാണാന്. അതേ കാക്കിക്കോ. ഞാൻ ഇതിലോട്ട് ചാടുകയാണ്. അതെ നമ്മള് വിസ്മിന്റെ എലീനെ ഇടങ്ങക്ക് എലീനെ കാണില്ലേ കാണില്ല കടി കൊടുത്ത്. അപ്പൊ എലീനെ അടീക്കടെ ഒരു ഡൗട്ട് അല്ല സിഫ്നാന്റെ എലീനെ നമ്മൾ ഇട്ടിക്കണേ. എലീനെ ഇട്ടിട്ട് ഈ വാലിങ്ങനെ വെക്കും. കാണുന്നുണ്ടല്ലേ? ഞാൻ ഒറ്റയ്ക്ക് കാണില്ല. നമ്മള് ഫസ്റ്റ് കോരി തീർക്കണം. അതതിന്റെ മേലെ ഇടാല്ലതാ. കണ്ടോ 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 കാണുന്നുണ്ട്. കണ്ടോ? ഇതാണ് നമ്മളെ എല്ലാം ഇങ്ങനെയൊക്കെയാണ് വരിക. നീ ഇതിന്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത്. എലിന്റെ ബേക്കാണ് ആ കാണുന്നത്. കുറച്ചുകൊണ്ട് ആസ്വദിച്ച് തിന്നണടി. അപ്പൊ കാണണം. അപ്പോഴാണ് പള്ളന്റെ ഉള്ളത്തൊക്കെ പോരാല്ല ഭാഗമാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ കൊടുക്കണ്ടാന്ന്. കുട്ടികള് ആ കൊളാപ്പൂലിക്ക് 2 വേണം 3 വേണം കച്ചറയിക്കാര അവിടെ. ഇത് വല്ലോല് പുറത്തല്ലോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓല് കാവല് തീർക്കുകയാണ്. ഇത് പറഞ്ഞു പോയാണ്ട് ഇത് പോരെ നമ്മക്ക് പോരെ. നമ്മക്ക് മതിക്ക് ഇനി ഒരു വരരുത്. അതുള്ളൂ. അത് വരൂല. അത് ഞാൻ കൊല്ലിയെ കുറിച്ചായാലും അവിടെ എത്തിക്കോളാം. പിന്നെ പറയാനുള്ളത് സ്പൂണ് ഇല്ലതാക്കാട്ടിലും ബൂസ്റ്റിലുമാണ്. ഒന്നും പാടെ കിട്ടുകയാണെങ്കിൽ സ്പൂണ് കിട്ടുകയായിരുന്നെങ്കിൽ
ഇത് നമുക്ക് തിന്നാമനി മാറി മാറി ഇപ്പൊ കാത്തു തിരിക്കണ്ടാവും ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പാക്കില്ലേ? ഇപ്പാക്ക് നമ്മളീന്ന് അതോ ഒരു അക്കീമേ ദിയാനെ ഫിദാനെ ഇല്ലട്ടാ ആർക്കും. എല്ലാരും ഇരിക്കേ വരി. ക്ലാസ് കുട്ടികളുടെ ചോദിക്കാണ്ട പൈസ തിന്നാന്. ഒരു സ്പൂണും ഉണ്ട് ഒരു കയ്യിലും ഉണ്ട്. ഇതുവാ അന്റെ ഒരു സ്പൂൺ തന്നാ, അന്റെ ഒരു സ്പൂൺ തന്നാ. ഏത് നമുക്ക് കോരി തിന്നാ. എടാ ഇതിനൊക്കെ നോക്കാം. ഓളെ ലേഹ്യത്തിലും സ്പൂണിലൊക്കെ ഇട്ടിട്ടേ സ്പൂണാളില്ലേ? സ്പൂണാള് ഇങ്ങനത്തെ സ്പൂണാളാണ് ഇതിൽ ഇട്ടിട്ട് എത്ര കാര്യം. നല്ല കോരിക്കോളി സിഫ്നി പോര്. അങ്ങനെ സ്പോർത്തോളി തിന്നോളി മമ്മ. ഒന്നായിട്ട് ഇതാക്കുമ്പോലെ കോര ഒരു കോരലിന് നാടൂടണ്ടേ കയ്യില് വലുത്. നിങ്ങൾ തിന്നോളി മമ്മ. തിന്നോളി കജ്ജിക്കോ ഇങ്ങനെ തിന്നോളി. തണുപ്പാണ്. ആർക്കില്ല. എല്ലാരും തിന്നു. എല്ലാരും മക്കളാക്കണ അവിടെ ഞമ്മത് കഴിഞ്ഞിട്ട് തിന്നാനേ. അല്ലെങ്കിൽ നമ്മള് മുന്നിൽ ചാടൂലേ? എന്ന് സിപ്ന ഓലൊക്കെ ഏതാ ഇതിനെ അവിടുന്ന് അച്ഛമാനെ ഫോട്ടോ ഞേ ആ വാതിലെന്റെ അടിച്ചാണ്. ഇനി ഇവിടെ വരെ ചെയ്തിട്ടോ എല്ലാവർക്കും ഇതൊരു പാത്രം കൊണ്ടുവന്ന ഐസ്ക്രീമിന്റെ പരസ്യം എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്തൊക്കെ പറയും. ഐസ്ക്രീമിൽ എന്തൊക്കെ ചേർക്കുക? രസല്ലേ? വാങ്ങിയതാണ് വന്നപ്പോ കോയങ്ങിട്ട്. ഋതുവിനാറ് ഒരു പാത്രം കൊണ്ടുവന്ന ഒരു പാത്രം കൊണ്ടുവരും മമ്മക്ക്. എന്നാ സിഫ്ന ഞാൻ ഒച്ച തരാതെ തിന്നാണ്. ദിയാന്റെ അതിന് ഓൾക്കന്നെ വേണേ. എത്രങ്ങാനും ഓൾക്ക് വേണമെന്നറിയാം. അമ്മക്ക് നഷ്ട കച്ചവടാ. എന്റെ കുട്ടിക്ക് ഒരു തൊള്ളിക്ക് ലേസം കൊടുക്കും. അതിന്റെ തൊള്ള തുറന്നാ കഴിഞ്ഞു. പാക്കറ്റ് കഴിഞ്ഞു. ഇതോ അച്ഛമാന്റെ ഫോണ് കൊടുക്ക്. ഓനോട് അന്ന് വന്നിട്ടേ 100 കാര്യങ്ങൾ മുണ്ടില്ല. ആൺകുട്ടിയാണെങ്കിൽ ഓൻ മുണ്ടിയിട്ടില്ല. എവിടെയാണ് ഒരു ഐസ്ക്രീം വേണോ? ഞങ്ങളോട് തെറ്റിക്കാണോ? എടാ ചെറുക്ക എനിക്ക് ഐസ്ക്രീം ആണോ? ഇതുവാ ഇതിലെന്തൊക്കെ ചേർക്കണടി? നമ്മളുണ്ടാക്കി അങ്ങനെ ശരിയാവില്ലല്ലോ. മുട്ട ഉണ്ടാവും. മുട്ട ഉണ്ടോ ഐസ്ക്രീമില്? മുട്ട ഇല്ല. ഉണ്ടാവൂല അമ്മായി. അതല്ലേ പൊന്തണേ മുട്ട എന്തെങ്കിലും അല്ലാത്ത മുട്ട എല്ലാത്തിലും ഉണ്ടാവും. അലിച്ചിട്ടായാലും പിന്നെ അതിന്റെ എസൻസ് അത് ഞാൻ കൊയങ്ങിട്ടേ വാങ്ങാൻ നേരമില്ല. അത് ഐസ്ക്രീം പെരി വന്നിട്ട് തിന്നാലോ. തൊണ്ടയിലെടുക്കണ്ടോ? തണുക്കുണ്ടോ? എന്തൊക്കെ എക്സ്പ്രഷൻ ഉണ്ട്. അരിഞ്ഞിട്ട് തിന്നാതി. ഒരു ഇരിക്കടി. ഞാൻ വീഡിയോ എടുക്കച്ച് ഇരുന്നോ? ഉച്ചമാണോ? ഉച്ചത്തെ കൊണ്ട സമയം ഞാൻ ഇംഗ്ലീഷ് മുന്നിലാണ് അതൊക്കെ കുട്ടികൾ പാലി വെക്കണുണ്ട് കേട്ടോ. ഇതില് അണ്ടി പരിപ്പ് ഇടില്ലേ? ഇല്ല ചെറുങ്ങനെ അവിടെ ഇവിടെ കിട്ടുന്നില്ലേ? ഇടയ്ക്കേ കിട്ടും. അമ്മായി കിട്ടിയ അണ്ടി പരിപ്പ്. അണ്ടി പരിപ്പുണ്ട് കടിച്ചുണ്ട്. ഇതിലെന്താണ് വേറൊരു സാധനം? അണ്ടിപ്പരിപ്പാ? അണ്ടി പരിപ്പുണ്ടേ. ഐസും കട്ടയാണ്. ഐസും കട്ടയാണ് അമ്മായിയെ. എന്താ ചെടികച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. ഐസും കട്ടയാണ് അമ്മായിയെ. ഇത്രയും വലുതോ? ഇത് മരക്കഷ്ണം തോണ്. മരക്കഷ്ണം എവിടെ? അല്ല എങ്ങനെ ഐസും കട്ട? ഐസ് കട്ടയാണ്. എന്താണ് സമയ? ദിയാന അത് ഐസും കട്ടയാണ്. നോക്ക് ദിയാന പ്ലേറ്റ്
അമ്മായി എടുത്തുന്ന ചോറ് പോയി ചോറില്ല കേട്ടോ ഇങ്ങോട്ട് പോരി ആ അമ്മായി സാധിച്ചാൻ പോയി അതിനെന്തോ ഒരു കട്ടുണ്ട് എന്താണ് അവന്താ സമയത് എന്താ ചത്തതാണമ്മ നമ്മളിപ്പോ ഈ ഐസ്ക്രീം എവിടുന്ന വാങ്ങിയേ നമ്മളെവിടുന്നപ്പോ വാങ്ങിയേ എവിടുന്നാ വാങ്ങിയേ നമുക്ക് പറയണ ഇത് ഐസ് കട്ടേക്കുമ്മ ഇതിപ്പോ ഇത് യൂട്യൂബിലൊക്കെ കാണാൻ ഇങ്ങനെ ഉണ്ടാവലുണ്ടെന്ന്. അതല്ല ആ പീടിക്ക് കൊണ്ടുപോയി കൊടുത്താ മതി അതിനിട്ട് അങ്ങനെ ഇട്ട് കൊണ്ടുപോയി കൊടുക്കും അന്നാ കാറ് നിർത്തിട്ടില്ലേ അവിടുന്ന് സത്യം ഹെലിക്കാട്ടോ അല്ല എന്താ അതിന് അണ്ടിപ്പരിപ്പ് അല്ല അത് വാനിലയിൽ അങ്ങനെ അണ്ടിപ്പരിപ്പ് ഉണ്ടാവണേ ഞങ്ങള് ഐസ്ക്രീം വാങ്ങിയേനെ ഇങ്ങനെ കാഴ്ച നമ്മളിങ്ങനെ ഐസ്ക്രീം വാങ്ങിന് പക്ഷെ യൂട്യൂബിൽ ഇങ്ങനെ വാർത്തയില് 24-ലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളു ഇങ്ങനെ സമയം മക്കളെടുത്താത്ത സമയം അമ്മായി മൂക്കൊക്കെ ചിരിച്ചിട്ട് കൂടാതെ ന്യൂസിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ കഴിച്ച് ഞങ്ങൾ ന്യൂസിലൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഐസ്ക്രീം ബിരിയാണിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂറാച്ച്. ഇപ്പൊ ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയോണ്ട് ഇതിന്റെ അതിൽ എന്തെങ്കിലും കേസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലീഗലായിട്ട് മുന്നോട്ട് വേണം. വക്കീലിന് പൈസ കൊടുത്താൽ മാതില്ല. അതൊക്കെ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് അമ്മായിയെ. എന്തിനാ ബാങ്കാക്കണത്? അല്ല അമ്മായിയെ ഇത് കട്ടേക്കത് ഞാൻ തൊട്ടോക്ക് സമന പടർന്നത് തിന്നു കൊയവുണ്ടാവും. ഇത് ഇനി ഗൂഗിളിനോട് പറയട്ടെ ഫോം പൂട്ടിച്ചോർക്കട്ടെ നമുക്ക് അതിന്റെ പൈസ കിട്ടും നഷ്ടപരിഹാരം കിട്ടും. എന്തമ്മ ഐസും കട്ടായിട്ട് വെറുതെ വെച്ചു നോക്ക എന്തൊരു കളിക്കോപ്പാണത് എല്ലിയാണമ്മ. അതെ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ എന്തോ തൊടി ഇടുക്കി ഇതിപ്പോ ഞാൻ എന്ത് കാട്ടിയാലും പ്രേങ്കാണ് ചത്തയില്. ഇപ്പൊ ഞാൻ എന്ത് കാട്ടാനാ ഐസ്ക്രീം ടാങ്കിന്റെ മേലെ കൂടെ ഓടിയപ്പോ ചാടിയക്കാരൻ ഇത് മോട്ടം വിളിച്ചിട്ട് എന്തായാലും ജീവൻ വെപ്പിച്ചു. ഇതേ വീട് നമ്മൾ ഒപ്പിച്ചെടുത്താതെ ഇത് നമുക്ക് ലീഗലായിട്ട് പൈസ കിട്ടും. വണ്ടി എടുത്ത് പോവാ കടയ്ക്ക് പോ. അമ്മായിയെ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ബലം വെച്ച് നിക്കണത് ഇങ്ങനെ അലിയൂല. അത് കണ്ടോ എന്താണത് എന്താണത് പീസായതാണേ. തണുത്ത് കട്ടയിക്കണ്. ഇതേ അതിന്റെ മേലെ കൂടി ഗലിയാള് പായൂലേ അപ്പൊ മെഷീൻ ചൂടായിട്ടാണ് തള്ളിട്ടേക്കാരോ. ഇതിപ്പോ ഇങ്ങനെ പേക്കായി വരുന്നല്ലേ. നിങ്ങള് ബിരിയാണിന്റെ ഉള്ളിൽ നിന്ന് കൂടാച്ചിട്ട് നടക്കണോ? ഞാൻ കൊണ്ടുപോയിട്ടാ ഞാൻ കൊയങ്ങിട്ടേ ഇമ്മാക്കാണെങ്കിൽ വെള്ളം കുടിച്ചാൽ നേരല്ല കജ്ജിലാണെങ്കിൽ പൈസയില്ല. ഷുഗറല്ലേ മറിഞ്ഞിട്ടല്ലോ ഞാനിങ്ങനെ നോക്കാൻ പറ്റില്ല. ഞാനാണ് അതിനെ കണ്ടെത്തുന്നേ. അതിന് ഓനൊക്കെ പള്ളിയിലായില്ലേ കണ്ടോ? ഇത് തിന്നിട്ടില്ലല്ലോ ഇത് വണ്ട്. ഇമ്മ നിങ്ങള് ബിരിയാണിന്ന് കൂറാച്ചിന് കിട്ടുന്ന അറിഞ്ഞിക്കണോ? പല്ലിനെ കിട്ടുന്ന അറിഞ്ഞിക്കണോ? ഓലത്തുനിന്ന് എന്തെങ്കിലും പറ്റിയത് ഐസ്ക്രീം അവിടെ ആ ലെവൽക്ക് ഇച്ചത് കിട്ടുവോ? അല്ല എന്തായാലും ഇത് പോകണം ഗൈസ്.
അവിടെ പോണോ? അത് പോണം, ആ പ്രശ്നം ഉണ്ടാക്കണല്ലോ. കാരണം ആ കട പൂട്ടിച്ചേനും വേണം. എന്താ 90 മുതലാണ് വല്ല മുടിയോ ആദ്യമൊക്കെ രസമാണ്. കടക്കാരെ ഞങ്ങളൊന്നും പറയില്ല. ഇത് ഞങ്ങളെ കജ്ജിന്ന് പൈസ പോയാലും വേണ്ടില്ല, ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കും. കാരണം എലിപ്പനി ഉണ്ട്, ഡെങ്കിപ്പനി ഉണ്ട്. ആ എലിയൊക്കെ ഐസ്ക്രീമിൽ മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു നന്നു? പാറീസുമാർ ഇട്ടിട്ടില്ല. അല്ല ഇതിന് ഫീസറ് തന്നിട്ട് ഐസ് കട്ടിയോ? നമ്മള് മരിച്ചു പോയാലേ ഇങ്ങനെ കേടരാക്കാലോ സാധനം അടിച്ചിട്ടുണ്ടെങ്കിലോ ഓലും ഇങ്ങനെ കേടരാക്കാൻ കൊണ്ട് ഈ ഐസ്ക്രീമിൽ എന്തെല്ലാം അതിന് കൊടുക്കി അതിന് കൊടുക്കി ഓൻ അതിന്റെ ഇടയിൽ വേറെ എന്തോ വിചാരിച്ചിട്ടോ കാട്ടിക്കൂട്ടുന്നു. ഒന്ന് രണ്ടാൾക്കാർ ഇത് നമ്മളെ ഫോം പൂട്ടിച്ചിട്ട് വക്കീലിന് അയച്ചു കൊടുക്കണം. ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൽ മതി. നമുക്ക് 10,000 ഉറുപ്പ്യ 20,000 ഉറുപ്പ്യ കിട്ടുന്ന കേസാണ്. ഉപഭോക്താക്കളെ സങ്കടപ്പെടുത്ത അങ്ങനെ പൊന്നാരമ്മായി ഇന്റെ 90 ഉറുപ്പ്യാണ് ആ കക്കണേ. വലിയ കടിയക്കാരോ അതിന് എത്ര 90 ഉറുപ്പ്യാണ്. ഞാൻ കടക്കാരന് 90 ഉറുപ്പ്യ എടുത്താടി തന്നെ അല്ലപ്പോ അല്ലതിപ്പോ വീഡിയോയില് പറയണ്ടപ്പത്. അത് രണ്ടാമത്തെ അവിടുന്ന് പോയി വീഡിയോ എടുക്കണം. അയാളെ കട പൂട്ടിച്ചൊന്നും വേണ്ട, പാവല്ലേ. അല്ല ചെറിയ മതി കാര ഓൽക്ക് അറിയില്ല. എന്നാലും ഇപ്പൊ നല്ല ബ്രാൻഡ് ഒന്നും വേണ്ട ഐസ്ക്രീം വാങ്ങാനേ. വാനില ഐസ്ക്രീം ഇതിപ്പോ ചെറിയ കുട്ടികൾക്ക് അല്ല കടക്കാരനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് കമ്പനിന്ന് വരുന്നതല്ലേ. പറഞ്ഞിട്ട് അത് നമ്മളിത് അയക്കണം, ഓലോട് പറയണം. പറയാന്നിട്ട് കാര്യല്ലല്ലോ. ഇതിപ്പോ ആരൊക്കെ ഇവിടെ തിന്ന് അമ്മയോ കണ്ടിട്ട് ഞാൻ എന്തോ അണ്ടിപ്പരിപ്പാണ് എന്ന് പറഞ്ഞില്ല. ഇതിന്റെ എന്താ അഴിഞ്ഞതാണോ ഞാൻ തിന്നിക്കണേ? തൊള്ളിന്ന് വന്നതോ മൂക്കുന്ന് വന്നതോ? ഞാൻ പറഞ്ഞില്ല അണ്ടിപ്പരിപ്പ് ഉണ്ടെന്ന്. വാനിലയിൽ ആരെങ്കിലും അണ്ടിപ്പരിപ്പ് ഇട്ടിക്കണോ? അമ്മമ്മ ചിലപ്പോ അതിങ്ങനെ ഐസ് പീസ് കണ്ടിട്ട് ഇത് എന്താ തോന്നണേ? അമ്മായിയെ ഈ ഐസ് ഇങ്ങനെ പീസറിൽ ഇങ്ങനെ വെക്കണല്ലേ. ആരാ കേക്കണേ? എന്തോ ഒരു കഷ്ടാണ്. ആരെ അത്താല് സമന കൊന്നാണ് അറിയത്. ഈ പൊന്നാരമ്മായി അത് ബലം വെച്ചിക്കാണ്. അതും അതെന്താ മാണോ ചൂടൊന്നും ഇല്ല ഞാൻ സമന. നിങ്ങളെങ്ങോട്ടാ കേക്കാനോ? എന്താ മമ്മ ശരിക്കണ്? ആണോ? ഇതിന്റെ രൂപത്തിലില്ല, പ്ലാസ്റ്റിക് ആണോ? എന്തോ പിച്ചിന് തിന്നണീലൊക്കെ ഇത്. ഉമ്മാനോട് എന്തോ ചോദിച്ചു. എന്താ പേര് എഴുതി? ഇതാണ് കൊടുന്നതാണ്. എന്താ മമ്മ അത് നിങ്ങൾക്ക് എന്താ പറയല്ലേ? സത്യം പറ. ഓളെ കൊണ്ടേക്കോളൂ. അല്ല മമ്മ ഇമ്മ കയറിങ്ങമ്മണ്ടോ കറിക്ക്? അമ്മായി ഉണ്ട്. ആ അന്ന അതില് ചാടിയതാണ്. ഇന്ന് ഞാനും മമ്മി കറിക്ക് പോയേട്ടോ. പരാതി കൊടുക്കണ്ടേ? വല്ല പ്ലാസ്റ്റിക് കവറിലിട്ട് ഇതിക്ക് നിങ്ങൾ എന്തായാലും തൊട്ടിലത് കുടിച്ചത് ഞാന്. ഇമ്മമ്മ പറയോ? ഇച്ച് പറയാൻ പേടി. നമ്മളിങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാരല്ലേ. ഈ കിടിന്ന കൈമ തൊടിയിച്ചല്ലോ. എലിപ്പനില്ല സംഗതി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബാങ്ക് കയറിയാണ് ഉമ്മമാനായിട്ട് ടാർഗറ്റ്. അമ്മയെ വന്നിട്ട് അമ്മ അല്ല വലുത് അത് ഐസ്ക്രീമിന്റെ കവർ. എന്തപ്പ ഉണ്ടാവണേ? എന്തപ്പാ ആയത്? ബീച്ച് നാർക്കി പർദ്ദട്ടോളി പർദ്ദട്ടോ കള്ള കല്ലി പറ്റിച്ചതാണ്. പക്ഷെ അമ്മായി പേടിച്ചോ? അതാണ് ആ പേടി. നിങ്ങളെന്തിനാ നോക്കാച്ചിന്? ഇതൊക്കെ സത്യത്തിൽ അതിൽ ചാടിയതാണ്. തണുത്തക്കണ അമ്മായിയെ തിന്നതൊക്കെ പോയോ ശരിക്കിന്? ഏത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടച്ച് മുതലാ കണ്ടോ? നല്ലല്ലേ വളർത്തുന്നല്ലേ? എന്റെ ചൊറുക്കൊക്കെയാണ്. വാവ്. പിന്നെന്തിനാ നോക്കാഞ്ചിരി കാരണമൊക്കെ എലിയല്ലേ? ഇവനെ അറിയാനിട്ടോ. പിന്നെയാണ് നക്കി നോക്കിയല്ലേ? ഐസ്ക്രീം കയ്യില് ചൂടുവെള്ളത്തിലിട്ടോ. നിങ്ങൾക്കാണ്ടേ? അതാണ് പ്രാങ്ക്.
ഇവിടെ നല്ല ഏക്കല് നിങ്ങളെ ഒസ്വാസിനെ പറ്റിയൊക്കെ ഞങ്ങൾ ഓർക്ക് പറഞ്ഞു കൊടുക്കണം. പൊളിച്ചില്ല ഏതായാലും കിട്ടണം. ഒന്ന് രണ്ടട്ടായി കാട്ടുകാർക്കൊരെല്ലാം കൂടുതലാണ്. എപ്പോഴും കരുതും എനിക്ക് രണ്ട് തരണം. അത് വീഡിയോ കണ്ടേ ഇവളെ കൊടുത്താ മതി ആലോചിച്ച് നോക്കടി അത്രയും ഐസ്ക്രീം പള്ളയിലില്ലൊക്കെ ഞാൻ ഞാൻ സത്യത്തിൽ അതിനെ എല്ലാവരും ഇങ്ങനെ പറയണ കേക്ക അങ്ങനെ കൂറാച്ചുണ്ട് പല്ലിണ്ട് എന്നൊക്കെ. അതാ ഞാൻ പറയണേ എന്റെ ഉമ്മ അതിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല ഈ ഒത്തര ഒച്ചപ്പാടുണ്ടായിട്ട്. മോണ്ടനെ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ പ്രാങ്ക് ഏതായാലും മറ്റോ നോക്കടി നിറച്ച ഐസ്ക്രീം ഈ താട്ടത്തിൽ ആകെ ഉണ്ടാക്കി ആകെ എന്നിട്ട് അത് കഴിച്ചട പ്രാങ്കല്ലേ. അപ്പൊ അതിനനുസരിച്ച് നിക്കണോ കൊണ്ടുവന്ന് എടുത്ത് കജയാരെങ്കിലും എലിനേറ്റ് ഇറക്കും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഓക്കാഞ്ചാ പോയിക്കണ് ഞാൻ ഇപ്പൊ പൊലിഞ്ഞേല്ലേ. എന്നെയാണ് നമ്മള് തിന്നീന്നാ കാണണതേ. പിന്നെ ഓക്കഞ്ചൂലേ എങ്ങനെയുണ്ട് ഇനി ഞാൻ വന്നില്ലേ 2026 നിങ്ങൾക്കാണ് പറഞ്ഞേ. അത് ശരി. അപ്പൊ ഇവിടെ ഏറ്റു ചെയ്തോ പൊളിച്ചും ചെയ്തു കിട്ടുകയും ചെയ്തു. സന്തോഷായില്ലേ? ഇല്ല ഞാൻ നന്നായി. നന്നായിക്കോ മമ്മേ തലികൂടെ തന്നീനാണ്. എങ്ങനെ തലികൂടെ തന്നീന കൈപ്പാട്ടിലായില്ലേ ഇങ്ങനെ കാങ്ങണതേ. ഞാൻ അല്ലേ തന്നെ ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ തിന്നണുള്ളൂ. അപ്പോഴാണ് എന്നെ കാങ്ങണം. പിന്നെ നോക്കാൻ പോയി. ഇത് എവിടുന്നാ ചോപ്പിച്ചത്? ഇന്നലെ ഇതിലൊക്കെ പൊയ്ക്കണെന്ന് അറിയാലിക്കും വേണ്ടി പൂത്തല്ലേ ഞെട്ടിക്കോള എടക്കരങ്ങാടി 10-50 വീട് കയറിയിരുന്നു. അവസാനം കിട്ടിയത് അത് ഞാനും ഇതും ഇത് നിങ്ങൾ നയിച്ചത് കാരണങ്ങള് എന്തേ അല്ല പാമ്പിനിടാഞ്ഞാ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചിന് അമ്മായിനെ വലിയമാനീനെ ഏറ്റില്ലേ? അപ്പൊ ഇനി ഞമ്മക്കൊക്കെ ഇതിപ്പോഴൊക്കെ അറിഞ്ഞാണോ അനുവൊക്കെ അറിഞ്ഞ അതിനെ ഓക്ക് വീഡിയോ എടുക്കാണ്ടോലോ. ഓക്ക് വീഡിയോ എടുക്കാണ്ടോലോ. അത് നിന്നോളി അറിഞ്ഞാണ്ടേ ഇനിയിപ്പോ ഒരു വരും. ഇപ്പൊ ഒരു വണ്ടി എന്നാക്കാൻ കൊടുത്തിക്കാറാണ്. എന്നാ ഞാൻ കൊണ്ടാക്കി കൊണ്ട് അടുത്ത വീഡിയോയില് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നോണച്ചി